രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മോദി ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖറെ കൊണ്ടുവന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നീക്കം കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ വലിയ ഭിന്നത ഉണ്ടാക്കിയെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടക്കമുള്ളവരൊക്കെ നിന്നുപറ്റി. അല്ലെങ്കിലും കാലാകാലങ്ങളായി പൊതുജനത്തിന് മുന്നിൽ അഭിനയിക്കാൻ അവരെ ആരും പഠിപ്പിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ അഭിനയം ഇനി ജീവിതകാലം മുഴുവൻ തുടരേണ്ടി വരും. ഓസ്കാർ കിട്ടുന്നതിന് മേലെ അഭിനയം കാഴ്ചവെക്കേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ വെട്ടി നിരത്തി തുടങ്ങി. എല്ലാം കണ്ട് മിണ്ടാതെ മൂലയിൽ ഒതുങ്ങി നിൽക്കാൻ മാത്രമേ ശോഭയ്ക്കും സുരേന്ദ്രനും നിവർത്തിയുള്ളൂ. തുടക്കം സുരേന്ദ്രന്റെ കൈയും കാലും ഒക്കെ വെട്ടി മാറ്റിക്കൊണ്ട് തന്നെയാണ്. ഇത്രയും കാലം കൂടെ നിന്ന അനുയായികളെയാണ് സുരേന്ദ്രന് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ നീക്കത്തിലൂടെ നഷ്ടമാകാൻ പോകുന്നത്. ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വരുന്നത് ഇതൊക്കെ കണ്ടിട്ടും ഇനിയും എനിക്ക് എവിടെയും നോവുന്നില്ല എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കൊട്ടിയൊന്നും പോരാ സുരേന്ദ്രന്. ശോഭയും ഈ കണക്കിനാണെങ്കിൽ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ശോഭയുടെയും ഇടത്തും വലത്തും നിൽക്കുന്നവരെ ഒക്കെ വെട്ടിമാറ്റി ഒറ്റത്തടിയാക്കാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല രാജീവ് ചന്ദ്രശേഖറിന്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആക്രമിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും. കുറച്ചുകാലം കൂടി കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ ഈ പറയുന്ന ശോഭയും സുരേന്ദ്രനും ഒക്കെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. സംസ്ഥാന പ്രസിഡന്റായി ചുമതലയെടുത്ത ശേഷം ബി.ജെ.പിയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ട രാജീവ് ചന്ദ്രശേഖർ ഒരു പതിറ്റാണ്ടായി പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന വി മുരളീധരൻ, കെ സുരേന്ദ്രൻ അനുയായികളെ ചുമതലകളിൽ നിന്ന് വെട്ടി തന്റെ വിശ്വസ്തരെ പ്രതിഷ്ഠിച്ചാണ് നീക്കം. സംസ്ഥാന കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ ചുമതലയിലാണ് ആദ്യ ഇടപെടൽ. മീഡിയ കൺവീനറായിരുന്ന സുവർണ പ്രസാദിനെ നീക്കി യുവമോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി അനൂപ് ആന്റണിയെ സോഷ്യൽ മീഡിയ ഇൻചാർജാക്കി നിയമിച്ച് ഉത്തരവിറക്കി. ഉപഭാരവാഹികളെ മുഴുവൻ നീക്കുമെന്നാണ് വിവരം. പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തുടങ്ങിയവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാന ചുമതലകൾ നൽകി. കേരള രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് വേരോട്ടം നടത്താനാകുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമാണിതെന്നും പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ ചോർന്നു തുടങ്ങിയിരുന്നു. ഓഫീസിൽ ഇരു ഗ്രൂപ്പുകൾ തമ്മിൽ സ്ഥാനമാനങ്ങൾക്കായി തമ്മിലടിച്ചത് വലിയ വാർത്തയായി. സംഭവത്തിൽ രാജീവ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ചുമതലക്കാരെ പുറത്താക്കാൻ നടപടി തുടങ്ങിയത്. പുതിയ ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, സംസ്ഥാന ട്രഷറർ എന്നിവരെ നിയമിക്കുന്നത് വൈകിപ്പിക്കുന്നതിലും മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ അമർഷമുണ്ട്. പിന്നെ ഒരു തരത്തിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറമെ ചിരിച്ചു നിൽക്കുന്നവരെയൊക്കെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം. അവസാനം കട്ടപ്പയുടെ കുത്തും കൊണ്ട് ചാവാൻ ബാഹുബലിയാകാനൊന്നും രാജീവിനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എത്ര വലിയ കട്ടപ്പയാണെന്ന് പറഞ്ഞാലും സുരേന്ദ്രനും ശോഭയും അടക്കം ആരൊക്കെ പിന്നിൽ നിന്ന് കളിക്കുന്നോ അവർക്കൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ടിക്കറ്റ് വേഗം കയ്യിൽ കിട്ടുമെന്ന് സാരം. അതിപ്പോ ആരോ പറഞ്ഞതുപോലെ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടതുപോലെയായി.